പണ്ട് മധുരാപുരിയിൽ ഉഗ്രസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഉഗ്രസേനൻ വിദർഭ രാജ്യത്തെ രാജാവായ സത്യകേതുവിൻ്റെ പുത്രിയായ സുന്ദരിയായ പത്മാവതിയെ വിവാഹം കഴിച്ചു. ഒരിക്കൽ സത്യകേതുവിന് പുത്രിയെ കാണാൻ ഒരാഗ്രഹം തോന്നി. അദ്ദേഹം ഒരു ദൂതനെ മധുരാപുരിയിലേക്ക് അയച്ചു പത്മാവതിയെ കൊണ്ടുവരുവിച്ചു. അവൾ ജനിച്ചു വളർന്ന കൊട്ടാരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുകൂടി സ്വച്ഛന്തം സഞ്ചരിച്ചു. അവൾ പ്രകൃതി ഭംഗി കണ്ട് നടന്ന് പുഷ്പവാൻ എന്ന മഹാഗിരിയിൽ ചെന്നെത്തി. അവിടെ ഒരു തടാകത്തിൻ്റെ കരയിലിരിക്കുമ്പോൾ ഗോതിലൻ എന്നൊരു ഗന്ധർവൻ അവിടെ വന്നെത്തി. അവൻ സുന്ദരിയായ അവളിൽ അനുരക്തനായി. അവൾ വിവാഹിതയാണ് എന്ന് മനസ്സിലാക്കി അവളുടെ ഭർത്താവായ ഉഗ്രസേനൻ്റെ രൂപം ധരിച്ച് അവളുടെ അടുക്കൽ ചെന്ന് സംഭാഷണം ആരംഭിച്ചു. മധുരയിൽ നിന്ന് ഭർത്താവ് തന്നെ അന്വേഷിച്ചു വന്നതാണെന്ന് പാവം പത്മാവതി തെറ്റിദ്ധരിക്കുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ചതി പറ്റി എന്നവൾക്ക് മനസ്സിലായി. നീ നരകത്തിൽ പോകട്ടെ എന്ന് അവൾ അവനെ ശപിച്ചു. താൻ വൈശ്രവണഭൃത്യനായ ദ്രമിളൻ എന്ന ഗന്ധർവനാണ് എന്ന് ആഗതൻ സമ്മതിച്ചു. ക്രൂരനായ ദ്രമിളൻ ബലാത്കാരേണ അവളിൽ പുത്രോത്പാദനം നടത്തിയതിനു ശേഷമാണ് അപ്രത്യക്ഷനായത്. പത്മാവതി ഗർഭിണിയായി. ഒരു ദിവസം ഗർഭത്തിൽ കിടന്നുകൊണ്ട് ശിശു അമ്മയോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ആരാണെന്ന് അമ്മ മനസ്സിലാക്കിയിട്ടില്ല. കാലനേമി എന്ന അസുരൻ്റെ പുനർജന്മമാണ് ഞാൻ. അമ്മയ്ക്ക് എന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പത്മാവതിക്ക് ക്രോധമടക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഭർത്താവായ ഉഗ്രസേനൻ്റെ വംശത്തിൽപ്പെട്ട ആൾ തന്നെ നിന്നെ വധിക്കുമെന്ന് മാതാവ് കുഞ്ഞിനെ ശപിച്ചു. അങ്ങനെ ദ്രമിളൻ എന്ന ഗന്ധർവനിൽ നിന്ന് ഉഗ്രസേനൻ്റെ ഭാര്യയ്ക്ക് ജനിച്ച കുട്ടിയാണ് കംസൻ. പിന്നീട് പത്മാവതി കംസനെ പ്രസവിക്കുകയും അവൻ പിന്നെ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. നിയതിയുടെ നിയമം ആർക്കും മാറ്റാൻ കഴിയില്ല.